നമുക്ക് വീട്ടിൽ സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിൽ കറണ്ട് ബില്ല് മൊത്തമായിട്ടും കുറയ്ക്കാൻ പറ്റുമോ? എങ്ങനെ അതിൻ്റെ? നമുക്ക് പാനൽ വെച്ച് കഴിയുമ്പോൾ കറണ്ട് ബില്ല് പൂർണ്ണമായിട്ടും ഒഴിവാകുകയല്ല ചെയ്യുന്നത്. കറണ്ട് ബില്ലിനകത്ത് പല ഭാഗങ്ങളുണ്ട്. ഒന്ന് ഫിക്സഡ് ചാർജ് വരുന്നുണ്ട്, എനർജി ചാർജ് വരുന്നുണ്ട്, സർചാർജ് വരുന്നുണ്ട്, അങ്ങനെ മീറ്റർ വാടക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് എനർജി ചാർജ് എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് നമുക്ക് ഇല്ലാതാകുന്നത്. എനർജി ചാർജ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം എത്ര യൂണിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് KSEBിയിൽ നിന്ന് നമ്മൾ എത്ര യൂണിറ്റ് കൺസംഷൻ നടത്തി, അതിനാണ് നമുക്ക് എനർജി ചാർജ് വരുന്നത്. അതിൽ കൂടുതൽ യൂണിറ്റ് നമ്മൾ വീട്ടിൽ പ്രൊഡക്ഷൻ നടത്തുന്നു, അതുകൊണ്ട് നമുക്ക് ആ കറണ്ട് ചാർജ് വരത്തില്ല. പക്ഷേ പാനൽ വെച്ച് കഴിയുമ്പോൾ ഫിക്സഡ് ചാർജ് വരും, പിന്നെ ഒരു മീറ്റർ വാടകയുണ്ട്. അത് മീറ്റർ KSEB എന്നാണ് വെക്കുന്നതെങ്കിൽ മീറ്റർ വാടക വരും. നമ്മൾ തന്നെ കസ്റ്റമർ തന്നെ വാങ്ങി വെക്കുവാണെങ്കിൽ അതിന് മീറ്റർ വാടക വരത്തില്ല. ഒരു 4500 രൂപയാണ് മീറ്ററിന് വരുന്നത്. ആ മീറ്റർ കസ്റ്റമർ സ്വന്തമായിട്ട് വാങ്ങി വെക്കുവാണെങ്കിൽ മീറ്റർ വാടക പിന്നെ വരില്ല. അപ്പോൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ലേ അടയ്ക്കേണ്ട എന്നുള്ളത്, കറണ്ട് ബില്ലേ അടയ്ക്കേണ്ടെന്ന് പറയുന്നത് അത് തെറ്റാണ്. നമ്മൾ ഓഫ് ഗ്രിഡ് ആണ് വെക്കുന്നതെങ്കിൽ നമുക്ക് KSEBിയുമായിട്ട് ബന്ധമില്ല എങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട വരില്ല. അതായത് KSEBിയായിട്ട് ഒരു ബന്ധമില്ലാതെ KSEBിയുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഫിക്സഡ് ചാർജ് എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് നമ്മൾ അടച്ചേ പറ്റുള്ളൂ. മീറ്റർ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മീറ്ററിന്റെ വാടക കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഇവരുടെ KSEB നമ്മൾ ഇപ്പൊ ബില്ല് വരുന്നത് ഇപ്പോൾ ഒരു 1000 രൂപയാണ് നമ്മുടെ കറണ്ട് ബില്ലെന്ന് വിചാരിക്കാം. നമ്മളുടെ വീട്ടിൽ ഒരുപാട് പാനലുകൾ വെച്ചു, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതിലും കഴിഞ്ഞ് കൂടുതൽ കറണ്ട് വരുന്നു, ആ കറണ്ട് നമ്മൾ KSEBിക്ക് കൊടുക്കുകയാണെന്ന് കരുതുക. അല്ല, അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ആവറേജ് ഒരു 3000 ആണ് കറണ്ട് ബില്ലെങ്കിൽ അവർക്ക് ഒരു 3 കിലോ വാട്ട്സ് ആണ് വെക്കേണ്ടത്. ഒരു 1500 മുതൽ മുകളിലേക്ക് ഒരു 3 കിലോ വാട്ട്സ്, ഒരു 4000 രൂപ വരെ 3 കിലോ വാട്ട്സ് ആണ് വെക്കേണ്ടത്. 1500-ന് താഴേക്കുള്ളവരെ വെക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അവർക്ക് അധികം വാടക വരുന്നില്ലല്ലോ, അവര് വെച്ചില്ലേലും കുഴപ്പമില്ല. ഈ സോളാർ എന്ന് പറയുന്നത് നമ്മൾ എനർജി മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് അധികം കറണ്ട് ബില്ല് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് സോളാർ 1500 മുകളിലേക്ക് ബില്ലുള്ളവര്, ഒരു 1000 മുതൽ മുകളിലേക്ക് ബില്ലുള്ളവര് സോളാർ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബാക്കിയുള്ളവർക്ക് വെക്കത്തില്ലെന്നല്ല, അവർക്കും വെക്കാം. പക്ഷെ അവരുടെ ലാഭം എന്ന് പറയണമെങ്കിൽ അതെ, അതായത് നമുക്കൊരു 1500 2000 രൂപയാണ് കറണ്ട് ബില്ലെങ്കിൽ വരുന്നതെങ്കിൽ നമ്മളൊരു 3 കിലോ വാട്ട്സ് വെക്കുവാണെങ്കിൽ അതൊരു 4 അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് ആ 3 കിലോ വാട്ട്സിന്റെ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. കിട്ടുന്നെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഏതായാലും KSEBിയിൽ ഈ പേയ്മെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പൈസ നമ്മൾ സോളാറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, ഒരു 4 വർഷം കൊണ്ട് ആ പേയ്മെന്റ് നമുക്ക് മുടക്കുമുതൽ തിരിച്ചു. പിന്നെ ഒരു 25-30 വർഷമാണ് നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ വാറന്റി വരുന്നത്. അപ്പോൾ ബാക്കി വരുന്ന ആ ഒരു 25 വർഷം നമുക്ക് സൗജന്യമായിട്ട് കറണ്ട് ഉപയോഗിക്കാം. പിന്നെ KSEBിയുടെ താരിഫുകളുണ്ട്. ഇപ്പോഴത്തെ താരിഫ് ആയിരിക്കുകയല്ല, അടുത്ത വർഷത്തെ താരിഫ്. അപ്പോൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത്ര യൂണിറ്റ് അടുത്ത വർഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് കൂടുതലായിരിക്കും കറണ്ട് ബില്ല് വരുന്നത്. അപ്പോൾ നമുക്ക് ലാഭമാണ്. അപ്പോൾ നമുക്ക് 25 വർഷം കഴിഞ്ഞുള്ള കറണ്ട് ബില്ല് വെച്ച് നോക്കുമ്പോൾ വൻ ലാഭമായിരിക്കും, വമ്പൻ ലാഭമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഭാവിയെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പാനൽ വെക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞു 3 കിലോ വാട്ട്സ് വെക്കുക എന്ന് പറഞ്ഞു. അത് ഒരു 1500 മുതൽ ഒരു 4000 വരെ കറണ്ട് ബില്ലുള്ളവർ 3 കിലോ വാട്ട്സ് വെക്കുക, 4000 മുതൽ ഒരു 9000 വരെ ഉള്ളവർ 5 കിലോ വാട്ട്സ് വെക്കുക. അതാണ് നല്ലത്. പിന്നെ ഒരു ഈ ഇലക്ട്രിക് വണ്ടി വല്ലതും വാങ്ങാനായിട്ട് ആഗ്രഹമുണ്ടോ, അങ്ങനെ പ്ലാൻ വല്ലതും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പം ഞാനിപ്പോൾ എനിക്ക് 2000 രൂപയാണ് കറണ്ട് ബില്ല്. ഞാനപ്പം നാളെ 2 ദിവസത്തിനുള്ളിൽ ഞാൻ സോളാർ ഇൻസ്റ്റാൾ ചെയ്താൽ അടുത്ത ബില്ല് ഞാൻ എത്ര അടയ്ക്കണം വേണ്ടി വരും? ഏകദേശം 2000 രൂപയാണ് കറണ്ട് ബില്ല് അടയ്ക്കുന്നതെങ്കിൽ അതിനകത്ത് ഫിക്സഡ് ചാർജ് ഒരു 175 രൂപയോളമായിരിക്കും അത്രേ വരുന്നത്. അതെ, ഫിക്സഡ് ചാർജ് 175 രൂപയാണ് മിക്കവാറും അതിലുണ്ടായിരിക്കുന്നത്. ആ ഫിക്സഡ് ചാർജ് അടയ്ക്കണം, മീറ്ററിന്റെ വാടക അടയ്ക്കണം, അത് മാത്രമേ അടയ്ക്കണം. 2000 ആണെങ്കിൽ ഒരു 200 രൂപയിൽ നിങ്ങളുടെ ആ മാസത്തെ കറണ്ട് ബില്ല് 250 താഴെ എന്തായാലും 250 ഒന്നും എത്തത്തില്ല, 250 താഴെ എന്താണേലും കാണുള്ളൂ. അപ്പം അങ്ങനെയാണ്. അപ്പം വ്യത്യാസം 2000 രൂപ കറണ്ട് ബില്ല് അടയ്ക്കുന്ന ആൾക്ക് സോളാർ വെച്ചാൽ അത് വെറും 250 താഴെ തുകയായിട്ട് മാറും. 30 കൊല്ലത്തേക്ക് പിന്നെ അങ്ങനെ ആവുള്ളൂ. അതേ ആവുള്ളൂ. പിന്നെ ഫിക്സഡ് ചാർജിൽ മാറ്റമില്ല, നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയുടെ അനുസരിച്ചാണ് നമുക്ക് ഫിക്സഡ് ചാർജ് വരുന്നത്. ശരി, താങ്ക് യു.